ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ദുആ ചെയ്യുമ്പോഴൊക്കെ അള്ളാഹു പെട്ടെന്ന് ഉത്തരം നൽകിക്കൊള്ളണമെന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മാമിൻ മുസ്ലിമിൻ യദ്ഉ ബിദഅവത്തിൻ ലൈസ ഫീഹാ ഇസ്മുൻ വലാ ഖതീഅതു റഹിമിൻ ഇല്ലാ അഅതാഹു അല്ലാഹു ബിഹാ ഇഹ്ദാ സലാസ്. ഒരു വിശ്വാസി ദുആ ചെയ്യുമ്പോൾ, ദുആ ചെയ്യുക എന്ന് പറയുമ്പോൾ തെറ്റായ കാര്യത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പറ്റില്ല. അതല്ലെങ്കിൽ കുടുംബബന്ധം മുറിക്കാൻ വേണ്ടി ദുആ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയൊന്നും അല്ലാത്ത ഒരു പ്രാർത്ഥന ഒരാൾ പ്രാർത്ഥിച്ചാൽ മൂന്നാലൊരു കാര്യം അള്ളാഹു നൽകും. ഒന്നുകിൽ ഇമ്മ അൻ തുഅജ്ജല ലഹു ദഅവതുഹു, അവൻ ദുആ ചെയ്ത കാര്യം പെട്ടെന്ന് തന്നെ അള്ളാഹു അവനിക്ക് റെഡിയാക്കി കൊടുക്കും. പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കും. പെട്ടെന്ന് അള്ളാഹു എനിക്ക് പണം വേണമെന്ന് പറഞ്ഞു, അള്ളാഹു പണം പെട്ടെന്ന് കൊടുത്തു. ആരോഗ്യം വേണമെന്ന് പറഞ്ഞു, പെട്ടെന്ന് എല്ലാ രോഗങ്ങളും ശിഫയാക്കി നല്ല ആരോഗ്യം കൊടുത്തു. ഒന്നുകിൽ ദുനിയാവിൽ അള്ളാഹു ഓൻ ചോദിച്ചൊന്നും കൊടുക്കൂല, അതെല്ലാം ആഖിറത്തിൽ അള്ളാഹു കൊടുക്കും. അങ്ങനെയുണ്ടാകും ദുആ. അതുമല്ലെങ്കിൽ അവൻ ദുആ ചെയ്തത് കാരണമായിട്ട് അള്ളാഹു അവനെ തൊട്ട് ഒരുപാട് പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ നീക്കം ചെയ്തു കൊടുക്കും. ഈ മൂന്നാലൊരു കാര്യമുണ്ടാകും. സ്വഹാബത്ത് പറഞ്ഞു, ഇദൻ നുക്സിറു, നബിയേ എങ്കിലും നല്ല സംഭവമാണല്ലോ ദുആ, എന്തായാലും അതിന് പ്രതിഫലം കിട്ടും, എന്തായാലും മൂന്നാലൊരു കാര്യം കിട്ടും, എങ്കിൽ നമ്മൾ ധാരാളമായി ദുആ ചെയ്യും നബിയേ. കാലമുത്ത് നബി പറഞ്ഞു, അല്ലാഹു അക്സറു, നിങ്ങൾ വർദ്ധിപ്പിച്ചാൽ, നിങ്ങൾ ധാരാളമാക്കിയാൽ അള്ളാഹുവും ധാരാളമാക്കും. അള്ളാഹുവും ഒരുപാട് നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹു തആലയോട് നമ്മൾ ദുആ ചെയ്യണം. ദുആ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു ശീലമാക്കണം. അല്ലാഹു തആല തന്നെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് എന്താ? വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, എൻ്റെ അടിമ എന്നോട് ചോദിച്ചാൽ ഞാൻ അവനോട് അടുത്തവനാണ്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅാൻ, എന്നോട് ദുആ ചെയ്താൽ ദുആ ചെയ്തവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകും. സുബ്ഹാനല്ലാഹ്. നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ തിന്നുന്ന ഭക്ഷണം ഹലാലാവണം. ഹറാമായത് നമ്മുടെ ശരീരത്തേക്ക് പ്രവേശിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് 40 ദിവസത്തെ ആരാധന അവനിൽ നിന്ന് സ്വീകരിക്കുകയില്ല എന്നാണ്. സഅദ് റളിയല്ലാഹു അൻഹുവിനോടാണ് മുത്തുനബി പറയുന്നത്. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു മുത്തുനബിയുടെ അരികിലേക്ക് വന്ന് പറഞ്ഞു, ഉദ്ഉല്ലാഹ അൻ യജ്അലനി മുസ്തജാബദ് ദഅവ, നബിയേ ദുആ സ്വീകരിക്കപ്പെടുന്ന ആളുകളിൽ ഉൾപ്പെടാൻ വേണ്ടി അങ്ങ് ദുആ ചെയ്യണം. നബി പറഞ്ഞു, യാ സഅദ്, ഓ സഅദേ, അത്വിബ് മത്അമക, നിന്റെ ഭക്ഷണം നീ നന്നാക്കുക. ഭക്ഷണം നന്നാക്കുക എന്ന് പറയുമ്പോൾ നല്ല അൽഫാമും ഷവായും കഴിക്കണം എന്നല്ല അതിൻ്റെ അർത്ഥം. ഹലാലായത് മാത്രം ഭക്ഷിക്കുക. തകുൻ മുസ്തജാബദ് ദഅവ, എങ്കിൽ നീ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്ന ആളാകും. അല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി, മുഹമ്മദിൻ്റെ അധികാരം ആരുടെ നിയന്ത്രണത്തിലാണോ റബ്ബ് തന്നെ സത്യം. ഇന്നൽ അബ്ദ ലയഖ്ദിഫുൽ ലുഖ്മത്തൽ ഹറാമ ഫീ ജൗഫിഹി, ഒരടിമ ഹറാമായ ഒരു പിടി ഭക്ഷണം തൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ മാ യുതഖബ്ബലു മിൻഹു അമലു 40 യൗമാ, 40 ദിവസത്തെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കില്ല. ഹലാൽ ഹറാമിൽ നിന്ന് വളർന്ന ശരീരം
മുത്തുനബി പറയുന്നു, ഫന്നാറു ഔലാ ബിഹി, നരകമാണ് അവനോട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടത്. അല്ലാഹു തആലയോട് നാം ധാരാളമായി ചോദിക്കുക, ഹലാലായത് മാത്രം ഭക്ഷിക്കുക, ഹറാം അടുപ്പിക്കാനേ പാടില്ല. നബി പറയുന്നുണ്ട്, ഒരടിമ അള്ളാഹുവിനോട് ചോദിച്ച് അവന് ഒന്നും കൊടുക്കാതെ സിഫർ, പൂജ്യമായിട്ട് മടക്കുന്നത് അള്ളാഹുവിന് വലിയ വലിയ ദേഷ്യമാണ്. അള്ളാഹുവിന് അത് ഇഷ്ടമല്ല, അള്ളാഹുവിന് നാണാണ്. റസൂലുള്ളാഹ് അള്ളാഹു തആല അള്ളാഹുവിനോട് നല്ല രൂപത്തിൽ ചോദിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതിനൊരു മനസ്സ് വേണം. ഈമാനുള്ളവർക്കേ അത് സാധിക്കുകയുള്ളൂ.